നമസ്കാരം. കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഡൽഹിയിലെ കേരള ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നമ്മൾ മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ അത് ഒരുപാട് ആഘോഷിക്കുകയും ചെയ്തു. കാരണം ഒരു കേന്ദ്ര മന്ത്രി പ്രോട്ടോക്കോളൊന്നും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് കാണുന്നതും അതുപോലെ തന്നെ ചില ചർച്ചകളും കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നതും. പക്ഷെ ആ ഒരു കാര്യം ഇവിടെ ആഘോഷിച്ചങ്ങ് വരുമ്പോഴേക്കും അതെല്ലാം തന്നെ തല്ലിക്കെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നിട്ടുള്ള ചില തർക്കങ്ങൾക്കിടയിൽ ധനമന്ത്രി തന്നെ ഈ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ തന്നെ നമ്മുടെ കേരളത്തിലെ CPM-നെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ്. അതും കേരളത്തിൽ എപ്പോഴും തർക്കവും വിവാദവുമാവുന്ന നോക്കുകൂലി വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. അതെ, ഇപ്പോ നോക്കുകൂലി എന്ന് പറയുമ്പോൾ അതില് ഭയങ്കരമായിട്ടുള്ള അസഹിഷ്ണുത CET ആയിരുന്നാലും INTUC ആയിരുന്നാലും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. തൊഴിലാളി യൂണിയനാണ്, അവരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെയാണ്. CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ചർച്ച നടക്കുന്ന സമയത്ത് 18-ാം തീയതി ആയിരുന്നു ഇതുണ്ടായിരുന്നത്. അന്ന് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ ആർ ലേക്കറും അതുപോലെ തന്നെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടെ ചേർന്ന് ഒരു കൂടിക്കാഴ്ച, അനൗദ്യോഗിക കൂടിക്കാഴ്ച, കേരളത്തിന്റെ വികസനത്തെ പറ്റിയുള്ള കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് വലിയ വിവാദമായി മാറി. അതിനെ ചർച്ച ചെയ്തു. എന്തിനു വിവാദമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിനെ നേരിട്ടുകൊണ്ടിരുന്നത്. BJP-യും CPM-ഉം ഒരേ നിലപാട് തന്നെ സ്വീകരിച്ചു. കാര്യം അവർക്ക് ഒപ്പോസ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ആ സമയത്ത് പല ചർച്ചകളും ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് SFIO കേസ് വീണ വിജയനുമായി ബന്ധപ്പെട്ടത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുന്നു. ഇനി നിയമപരമായിട്ടുള്ള കടമ്പകളിലേക്കാണ് പോകുന്നത്. അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര മന്ത്രാലയം ഇതിലൊരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് ധനമന്ത്രി ഇതിലൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ കേരളത്തിൽ LDF-നെ സാരമായി അത് ബാധിക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്ത് തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് ആണ് അവിടെ നടന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിലെ ദുരൂഹത പുറത്തു വരണമെന്നും KC വേണുഗോപാലും അതുപോലെ NK പ്രേമേന്ദ്രനും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, ഇതിലങ്ങനെ രാഷ്ട്രീയം ഒലിച്ചു പോണ സംഭവമൊന്നുമില്ല. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയോണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞേക്കുന്നത് ഡൽഹിയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള നേതാക്കന്മാരുമായും പ്രഭാത ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ കൂടിക്കാഴ്ചകൾ നടത്തുന്നതൊന്നും ഒരു തെറ്റായ പ്രവണതയല്ല. കേരളത്തിൽ മാത്രമാണ് ഇത് വലിയ സംഭവമായി മാറ്റുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ എടുത്തു കാട്ടി രാജ്യസഭയിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. അതും എനിക്ക് തോന്നുന്നു സന്തോഷ് കുമാർ MP ആയിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചത്. പക്ഷെ പ്രതിരോധിച്ച MP-ക്കും വയറ് നിറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. കാര്യം നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞാനും അവിടുന്ന് തന്നെ വരുന്ന ആളാണ്, അതുകൊണ്ട് ആ മേഖലയെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു തരണ്ട, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അവർ പറഞ്ഞ ശരിയാണ്. പ്രത്യേകിച്ചും ഈ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ പ്രധാനമായും കേരളത്തിൽ നിന്ന് ആക്രമിക്കുന്നത് നോർത്ത് ഇന്ത്യയെ പറ്റിയാണല്ലോ. നിർമ്മലാ സീതാരാമൻ അങ്ങനെ ആണെങ്കിൽ സൗത്ത് ഇന്ത്യനാണ്. അപ്പോൾ ഈ മേഖലയിലെ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഏറ്റവും നന്നായി അറിയാവുന്ന തമിഴ്നാട്ടിലെ കാര്യങ്ങളാണ്. അപ്പോൾ നിർമ്മലയെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനായി പോയി കഴിഞ്ഞാൽ അവർക്ക് വയറു നിറച്ച് കിട്ടുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഇതിനു മുൻപുള്ള പ്രസംഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ശ്രദ്ധേയമായൊരു കാര്യമാണ്, കേരളത്തിൽ മാത്രം നിലവിലുള്ള ഒരു ആചാരമായിരുന്നു ഈ നോക്കൂലി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു, അത് നിരോധിച്ചു, അതിപ്പോ ഇല്ല എന്ന് പറയുന്നെങ്കിലും അത് ശുദ്ധ ആഭാസമാണെന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അത് തമാശയാണ്. കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഉദാഹരണത്തോടു കൂടി തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും, എടുത്തു പറയാൻ സാധിക്കും. അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു പ്രസ്താവന ഞാൻ പറയാം. ഞാൻ അതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി ആളുകൾ പ്രസ്താവനകൾ നടത്തി. അതിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇത് മിസ്ലീഡിങ് ആൻഡ് ഇൻസൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുമുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയെന്നാണ് ഞാൻ പറയാ. 2024 മാർച്ച് അല്ലെങ്കിൽ മെയ്, എൻ്റെ ആ പത്ര റിപ്പോർട്ട് കിടപ്പുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ
സ്റ്റാച്യൂവിലോ മറ്റോ 70,000 രൂപയുടെ പന്തൽ സാമഗ്രികൾ ഇറക്കുന്ന വേളയിൽ യൂണിയൻകാർ വരുന്നു, 25,000 രൂപയോളം നോക്കൂലി ആവശ്യപ്പെട്ടു. ഇറക്ക് കൂലിയും നോക്കൂലിയും ചേർത്ത് 25,000 രൂപ ആവശ്യപ്പെട്ടു. ഇത് എന്ത് പരിപാടിയാണ്? 70,000 രൂപ സാധനം ഇറക്കുന്നതിന് അതിന്റെ 3-ൽ കൂടുതൽ പൈസ കൊടുക്കണം. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് വിഷയമാക്കി. സെൻട്രൽ സ്റ്റേഡിയത്തിലോ മറ്റോ ആണ്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സിനിമാക്കാരുടെ സെറ്റോ മറ്റോ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പന്തല് ഷാമിയാന പോലുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ്. അങ്ങനെ അത് ഭയങ്കര വിഷയമാക്കി. അത് നിയമപരമായി പോയപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2018 പിണറായി സർക്കാർ തന്നെ ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയതാണ്. ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടതെന്ന് വി ശിവൻകുട്ടിയായിരുന്നു. അന്നെന്ന് പറയണ്ട, കഴിഞ്ഞ വർഷം, 1 വർഷം ആകുന്നേ ഉള്ളൂ. അന്ന് ശിവൻകുട്ടി തന്നെ ഇടപെട്ട് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തതാണ്. അതിൽ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞതാണ്. ഇതേ ശിവൻകുട്ടി തന്നെ പറയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആക്ഷേപിക്കുകയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ഇതല്ലാതെ പല ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീലാണ്. ഞാൻ തീയതി കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എന്നിരുന്നാലും 1 വർഷത്തിനകത്താണ് എന്നുള്ളത് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഒരു വീട്ടമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ CITUകാർ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവർ ഭീമമായ തുക ചോദിച്ചു, കൊടുക്കാൻ നിവർത്തിയില്ല. ചെറിയൊരു തുകയിൽ അവർ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവര് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ വീട്ടമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനം ഇറക്കുന്നു. മറ്റൊരാൾ അത് തൊടാൻ സമ്മതിക്കുന്നില്ല. കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് ഒരുപാട് ആളുകൾ കണ്ടതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കൂലിയായിട്ട് ബന്ധപ്പെട്ട അവിടെ പ്രശ്നം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറായില്ല. വീട്ടമ്മയോട് കയറി വഴക്കുണ്ടാക്കാൻ പറ്റൂല്ലോ. അവർക്ക് ഇറക്കാമല്ലോ. ഇനി ഗൃഹനാഥനായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചേനെയായിരുന്നു. ട്രേഡ് യൂണിയനില്ലേ, തൊഴിലാളി പ്രസ്ഥാനമില്ലേ, അവർക്ക് ധൈര്യമായിട്ട് ആരെയും കൈവയ്ക്കാം. ഞാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാനുള്ള ചെപ്പടി വിദ്യകളാണ് നടത്തുന്നത്. ഇതില് ഇപ്പോ INTUCയും CITUവും ഒരുപോലെ, ഇപ്പോ ഇളമരം കരീമും ചന്ദ്രശേഖരനും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. ഒരേ നിലപാട് തന്നെയാണ് ഇരുവരും പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും CITUവിന് മാത്രമല്ല, തൊഴിലാളികളെ പറഞ്ഞതുകൊണ്ട് ഐക്യ കേരള തൊഴിലാളികൾ സംഘടിക്കണമെന്നും ഒരുമിക്കണമെന്നും ഇതുപോലെ നോക്കൂലി ആവശ്യപ്പെട്ടിട്ടുള്ളത് BMSകാരാണെന്നാണ് ചന്ദ്രശേഖരൻ പറഞ്ഞേക്കുന്നത്. വളരെ രസകരമായ കാര്യമാണ്. ഒരിക്കലും ഞാൻ CITU മാത്രമേ വാങ്ങൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിർമ്മലാ സീതാരാമൻ പറയുന്നത് CITUവിന്റെ കാർഡ് ഉണ്ടെങ്കിൽ, റെഡ് കാർഡ് എന്നാണ് അവർ അങ്ങനെ പറയുന്നത്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാം, ഇങ്ങനെ നോക്കൂലി പിരിക്കാം, എന്ത് പരിപാടിയാണോ കേരളത്തിൽ നടത്താം. ഈ ഒരു കാര്യമാണ് അവർ തുറന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും അത് കേട്ടിരിക്കുന്നവരെ അവരുടെ ഇത് പൊളിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അതായത് ഞാനൊരു ബസ്സിൽ ചെന്നിറങ്ങുന്നു, എന്റെ കയ്യിൽ ഒരു ലഗേജ് ഉണ്ട്. ആ ലഗേജ് എടുത്ത് മാറ്റിവെക്കാനായിട്ടൊരു കൂലി വരുന്നു. അദ്ദേഹത്തിന് 50 രൂപയാണ് അതിന്റെ കൂലി. കൂലി എന്ന് ഞാൻ ഉദ്ദേശിച്ച പോർട്ടറിന് കൊടുക്കേണ്ട പൈസ 50 രൂപ. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന 100 രൂപയാണ്. എങ്ങനെയെന്ന് നിർമ്മലാ സീതാരാമൻ തന്നെ പറയുന്നുണ്ട്. ഈ പോർട്ടർ അയാളുടെ ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഈ പറയുന്ന റെഡ് കാർഡ് വെച്ചിട്ട് ഒരാള് ഇതിനെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഈ നോക്കുന്നതിനാണ് നോക്കൂലി എന്ന് പറയുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഈ ബാക്കി തന്നെ കാര്യമുണ്ട്, നോക്കൂ എന്ന് വെച്ചാൽ കാണുക, കാണുന്നതിനുള്ള കൂലി, ഇതാണ് നോക്കൂലി. അപ്പൊ 50, 50, 100 രൂപ കൊടുക്കണം. സമാനമായ സംഭവങ്ങൾ തന്നെയാണ് പലയിടത്തും നടന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഇപ്പോഴും നടക്കുന്ന, ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇത് നിയമവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത് 2018 ഇത് ബാൻ ചെയ്തു എന്ന് പറയുന്നത്. അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി എനിക്ക് തോന്നുന്നു TP രാമകൃഷ്ണനാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇതിൽ നിയമനിർമ്മാണം നടത്തിയത്. നിയമവിരുദ്ധമായി ഉള്ളൊരു സംഭവമാണ്. ആ പ്രദേശത്തെ പ്രധാന CPM അനുഭാവികളായിരിക്കുമല്ലോ CITUവിലെ അംഗങ്ങളായിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട അണികളും പ്രവർത്തകരും ആയിരിക്കുമല്ലോ INTUCയിലും, ഏതില് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരിക്കുമല്ലോ INTUCയിലും ഉള്ളത്. അപ്പൊ ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. മറ്റൊരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുമായി അടുത്ത് നിൽക്കുന്നവരുമാണ്. ഇവരെ ചൊറിയാൻ ആരെങ്കിലും തയ്യാറാകും? ഒരു സാധാരണ ഒരു വ്യക്തി തയ്യാറാകും? അയാളുടെ ഒന്നുകിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സ്ഥലത്തും ചെങ്കൊടി കുത്തിയിട്ട് പോകുന്നത്. പല ബിസിനസ്സുകൾ ഇവിടെ തകർന്നിട്ടുള്ളതിന്റെ കാരണവും അത് തന്നെയാണെന്ന് പല വേളകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വാർത്തകളിലൂടെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു എന്ന് പറയുന്നത് ശരിയാണ്. മാറ്റം വന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും മാറ്റം വന്നിട്ടുണ്ട്, ശരിയെ അംഗീകരിക്കണമല്ലോ. എന്നാൽ ഇത്രയും കാലം ഇവിടുത്തെ വ്യവസായ മേഖല തകർന്നതിനുള്ള കാരണം CPMന്റെ ഈ നയമാണ്. പ്രത്യേകിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നടന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങളാണെന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വ്യവസായ സംരംഭങ്ങളെയൊക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം
സ്റ്റാർട്ടപ്പുകൾക്കും മറ്റുമൊക്കെയുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാക്കി എന്നാണ് പി രാജീവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ കേരളത്തിൽ ഒരു പുരോഗതി ഉണ്ടാവത്തുള്ളൂ, നിരവധി ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ. പ്രത്യേകിച്ച് വിഴിഞ്ഞമടക്കമുള്ള വലിയ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെല്ലാം മണ്ടന്മാരാണ്. ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും ഇത്തിൽ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലും അടച്ചാക്ഷേപിക്കുകയല്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ളവരെ നമ്മളിപ്പോൾ പറയത്തില്ലേ, പോലീസിനിടയിലും 1-2 പേര് ചെയ്യുന്ന പ്രവൃത്തി മൂലം പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം ഉണ്ടാകുന്ന സംഭവം, അതുപോലെ ഈ മേഖലയിലും പലരും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ അന്നമാണ്, അവർക്ക് ജോലി ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് മറ്റുള്ളവനെ ചൂഷണം ചെയ്തിട്ടാകരുത് ഒരിക്കലും അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു സംരംഭകനാണ്. എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ കടം മേടിച്ചും ബാങ്ക് ലോൺ എടുത്തും ഒക്കെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ സാധനം ഇറക്കാനായിട്ട് വരുമ്പോൾ ഒരു നോക്കൂലി എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഇത് നിയമവിരുദ്ധമല്ലേ, ഇത് ചെയ്യാൻ പാടുണ്ടോ, അപ്പൊ നീ ആരാടാ എന്നെ നിയമം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് കയർക്കാന്ന് വെച്ചു. നീ ഇത് തന്നാൽ ഇവിടെ നടത്തും, ഇല്ലെങ്കിൽ ഇത് നടക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ ഭീഷണിപ്പെടുത്തുന്നു വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് പോലീസിനെ സമീപിക്കണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കൂ? കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോകത്തില്ലേ? ഇത് കോടതിയിലെത്തത്തില്ലേ? ഞാൻ ഈ കേസ് നടത്തി വക്കീലിന് പണം കൊടുത്ത് എൻ്റെ സമയം, വിലപ്പെട്ട എൻ്റെ സമയം നഷ്ടപ്പെടുത്തി ഇതിന്റെ പിറകെ പോകുന്നതാണോ? തൽക്കാലത്തേക്ക് കൊടുത്ത് ഒഴിവാവാം എന്ന് വിചാരിച്ച് എത്രയാന്ന് വെച്ചാൽ അത് കൊടുത്ത് ഒഴിവാക്കുന്നതാണോ ഞാൻ ചിന്തിക്കുന്നത്? എപ്പോഴും നമ്മുടെ ഒരു എളുപ്പവും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇനി ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. കാര്യം ഞാൻ കേസും വഴക്കുമായിട്ട് പോയി കഴിയുമ്പോൾ ഇവരുടെ ശത്രുത ഉറപ്പായിട്ടും എനിക്ക് ഉണ്ടാവും. എന്റെ സ്ഥാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവരുടെ യൂണിയൻ ഓഫീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ളത്. അപ്പൊ ഞാൻ എന്നും ഇനി ഇവരെ കാണേണ്ടതാണ്. ഇവരെ വെറുപ്പിച്ചാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. സെയിം എൻ്റെ വീട്ടിലേക്കാണെന്ന് വിചാരിക്കുക, വീട്ടിലും സമാനമായ സംഭവം ഉണ്ടാകുന്നു. ഞാനൊരു സാധനം ഇറക്കാനായിട്ട് കൊണ്ടുവരുന്നു, ഇവർ പ്രശ്നം ഉണ്ടാകുന്നു. ഞാൻ അവിടെ പറയുകയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവരെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്കെതിരെ വരുമ്പോൾ ഇതൊരു വ്യക്തിപരമായ സംഭവമായിട്ട് അവർ നമ്മളെ കാണുന്നു, നമ്മളൊരാളെ കാണുന്നു. പക്ഷെ അവർക്ക് വ്യക്തിപരമല്ല, അവർക്ക് സംഘടനയാണ്. നമ്മൾ എതിർക്കുന്ന എന്താണ്? തൊഴിലാളി വർഗത്തെയാണ്. അപ്പോ നമ്മളൊറ്റയും അവരൊരു സംഘടിത ഗ്രൂപ്പുമാണ്. അപ്പൊ അങ്ങനെയുള്ളത് എന്താണ്, ഫെയർ ആയിട്ടുള്ളൊരു യുദ്ധമാണോ? അങ്ങനെ ചിന്തിച്ച് പലരും ഇത് കൊടുത്തൊഴിവാവാനും അല്ലെങ്കിൽ അവിടെ നിന്നും മതിയാക്കി പോകാനും ഒക്കെ തന്നെ നിർബന്ധിതരാകുന്നുണ്ട്. അപ്പൊ ഇതിൽ കർശനമായൊരു മോണിറ്ററിംഗ് നടത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നിരോധിച്ചുകൊണ്ട് ഒരു നിയമം ഇറക്കി കഴിഞ്ഞാൽ ആരും തന്നെ ചെയ്യില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ലഹരി കേസുകൾ ഇവിടെ ഉണ്ടാകുന്നത്? ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നില്ലേ? വിമാനത്താവളങ്ങൾ വഴി കള്ളക്കടത്ത് നടത്തുന്നില്ലേ? എല്ലാ ദിവസവും ആളുകളെ പിടിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പേടിച്ചിട്ട് ആൾക്കാർ നിർത്തണ്ടേ? എന്തുകൊണ്ട് നിർത്തുന്നില്ല? ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആരും നിർത്തത്തില്ല. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അനധികൃത വഴിയിലൂടെ അത് നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഇത് നേരിട്ട് ചോദിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ പോലും കൈക്കൂലി വാങ്ങുന്ന വിഷയങ്ങൾ നിരവധി പിടിക്കുന്നില്ലേ സർക്കാർ ഉദ്യോഗസ്ഥരെ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇല്ല എന്ന് പൂർണ്ണമായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പോ മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന്. അദ്ദേഹമാണ് ഇത് നടപടിയെടുത്തത്. എന്നാൽ ആ തൊഴിലാളികളുടെ ക്ഷേമനിധി അടക്കം ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇന്നെന്താണെന്ന് അറിയത്തില്ല. ഇന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും അതൊക്കെ റിവോക്ക് ചെയ്തതാണ്. മിക്കവാറും അവർ വീണ്ടും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോയി കാണും. ഇതിപ്പോ ഒരു പിണറായി വിജയന്റെ PR ടീമിന് പറ്റിയ ഒരു പാളിച്ചയാണെന്നുള്ള ഒരു കമന്റ് കണ്ടു. അതായത് ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പിണറായി വിജയന്റെ ഒരു ഇമേജിന് കുറച്ചുകൂടെ ബൂസ്റ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉയരുന്നുണ്ട്. അത് ശരിയാണ്. അതിൽ ഒരു കാര്യമുണ്ട്. എത്ര കാലം കേന്ദ്രത്തിന് പഴിക്കും? ഇനി ആശാ സമരം നടക്കുന്നു. നൈസിന് കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രമാണ് ഇതിനെ തൊഴിലായിട്ട് അംഗീകരിക്കേണ്ടത്. ഇങ്ങനെ പല പല വാദങ്ങൾ പറഞ്ഞു നൈസിന് എസ്കേപ്പ് ആവാൻ നോക്കുമായിരുന്നു. ആ സമയത്താണ് അവിടെ സിനിമയിൽ വരുന്നത് പോലെ സുരേഷ് ഗോപി വന്നതും. അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം നദ്ദയുമായി പോയി ഈ വിഷയം സംസാരിച്ചു. തൊട്ടടുത്ത മണിക്കൂറിൽ രാത്രി 8 മണിക്ക് ഇതിന്റെ പ്രസ്താവന ഇറങ്ങി. പ്രസ്താവന എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പ്രസ് റിലീസ് പോലെയല്ല, ചെറിയൊരു നോട്ട്, എന്താണോ കേരളത്തിന് വേണ്ടത് അത്രമാത്രം. ആ നോട്ട് ഇറങ്ങുകയും ഇനി ഇവിടെ പറഞ്ഞതിന് ഓരോന്നിനെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങൾ വന്നു. അതായത് കേരളമാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, കേരളത്തിന് അപ്പുറത്തേക്കുണ്ട്. മറ്റ് ഒരു സംസ്ഥാനവും വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ അടക്കം കൊടുക്കുന്നുണ്ട്. ആന്ധ്രയിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കൂടുതൽ മന്ത്ലി 10,000 രൂപയ്ക്ക് പുറത്ത് പണം നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കേന്ദ്രത്തിനെ പഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെയില്ല. അപ്പൊ ഇനി എത്ര കാലം? ഈ 2 ടൈമിൽ ഇത് തന്നെയാണ് പയറ്റി നോക്കിയത്. ഇനി പയറ്റാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് വിരൽത്തുമ്പിൽ തന്നെ എല്ലാ കാര്യവും കിട്ടും.
ഇപ്പൊ ഒരു കാര്യം, ഒരു പ്രസ്താവന പറയുന്നു, ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വാർത്തയും ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പൊ നമുക്ക് എന്തും നമ്മുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് ആരുടെയും വാക്കിനെ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ കയ്യിലുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇതിനെ തന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോയി ആർലേക്കറുമായി നിലവിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്നാൽ കേന്ദ്രവുമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് സമാധാനപരമായി എങ്ങനെയും ഇതൊന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയതായിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഒരു PR വർക്ക് നടത്തിയതായിരിക്കാം. പക്ഷെ തൊട്ടടുത്ത ദിവസം ഇതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ച് നിർമ്മലയെ കൊടുത്തത്. അതാണ് സംഭവിച്ചത്. ഇവിടെ നമ്മള് അന്ന് നമ്മുടെ NK പ്രേമചന്ദ്രൻ MP PM ആയിട്ട് നരേന്ദ്രമോദിയായിട്ട് അന്നൊക്കെ കൂടിക്കാഴ്ച നടത്തിയത് അവിടെ ഭയങ്കര ഇവിടെ അലമുറയിട്ട് ഇവിടെ ഭയങ്കര ഒരു പ്രശ്നമായ സംഭവമാണ്. എന്നിട്ട് അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടുവരും. ആ ഒരു വിഷയം കൂടെ നമുക്കൊന്ന്. അതില് വളരെ രസകരമായ സംഭവം അദ്ദേഹം തന്നെ അത് ഒരു പോസ്റ്റായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഞാനിപ്പോ അത് നോക്കിയപ്പോ നമുക്ക് ചിരി വരുന്നതാണ്. അതായത് റജിമോൻ കുട്ടപ്പനുണ്ട്, മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് NK പ്രേമചന്ദ്രൻ MP എടുത്ത് എന്ത് ചെയ്യുന്നു, റീഷെയർ ചെയ്യുന്നു. അദ്ദേഹം ഇട്ടിരിക്കുന്നതാണ്, നിങ്ങളിടുമ്പം ട്രൗസർ, ഞാൻ ഇട്ടാ വള്ളി നിക്കൽ. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തു ആവാം, ഞാൻ ചെയ്യുമ്പോൾ അത് മഹാ അപരാധം. ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ പല പ്രസ്താവനകളും നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പ് അത് മനസ്സിലാക്കുക. എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനൊരു സംഭവം നടത്തിയത്. അപ്പൊ അതിൽ ചില ഗൂഢാലോചനയുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട്. എന്തിനു പറയുന്നു, കോൺഗ്രസിന് മൊത്തം പ്രേമചന്ദ്രൻ BJP-യിലേക്ക് കൊണ്ടുപോകുന്നായിരുന്നു അന്ന് CPM പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊക്കെ നമുക്ക് ഇന്നും കേൾക്കാവുന്നതാണ്, യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ വിലയിരുത്തും എന്തൊക്കെയാണെന്ന്. അത് മാത്രമല്ല, സെക്രട്ടറി ഓരോ തവണ പറഞ്ഞിട്ടും പിന്നെ അത് മാറ്റി പറയുന്നേ അതിനെ വൈരുദ്ധാത്മക ഭൗതികവാദമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതായിട്ട് ജനങ്ങൾ കൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് കേരളത്തിന് ഒരുപാട് ഗുണമുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ട് അന്ന് അവരവിടെ ചർച്ച നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനി അതിന്റെയൊക്കെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുമോ, അതോ അതിനെ കുറിച്ചൊക്കെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഔപചാരികമായ ഒരു ചർച്ചയായിരുന്നില്ല, പക്ഷെ ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അതിൽ കൃത്യമായ നീക്കം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താം. ഉറപ്പായിട്ടും കേരളത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് വാങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമുക്കിവിടെ 20 MP-മാരുള്ളത്. അവരാവശ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും കിട്ടും. ഈ 20 MP-മാരിൽ നമുക്കെന്താ, CPM-ന്റെ ഒരു പ്രതിനിധിയുണ്ട്, ബാക്കി BJP-യുടെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. അതുപോലെ 17ഓളം MP-മാരുള്ളത് കോൺഗ്രസിന്റെയാണ്. ഇവരൊക്കെ ശക്തിയായി ആവശ്യപ്പെട്ടാൽ ഉറപ്പായും കിട്ടും. ന്യായമായ ആവശ്യമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നിൽക്കുന്നതാണ്. ജോർജ് കുര്യനെ സംബന്ധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ കേന്ദ്രമന്ത്രിയാക്കാൻ, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ നിരവധി BJP നേതാക്കൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അപ്പൊ ന്യായമായ ആവശ്യത്തിന് ഇപ്പോ ഗവർണറുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നല്ലോ, ഇവരെല്ലാം ഒരുമിച്ചിരിക്കട്ടെ. ഇപ്പം ഗവർണർ തന്നെ അന്ന് വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ എല്ലാ MP-മാരും പങ്കെടുത്തിരുന്നു. അന്നൊക്കെ തന്നെ ഈ MP-മാർ ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗവർണർ അന്ന് പറഞ്ഞൊരു കാര്യം, ഉറപ്പായിട്ട് ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന ലഭിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. പഴിചാരാതെ പ്രശ്നങ്ങൾ ഒതുക്കി. ഇപ്പൊ ഓരോന്ന് പറയുന്നു, ഇപ്പൊ വായ്പാ പരിധി പറയുന്നു. അപ്പൊ കേന്ദ്രം പറയുന്നത് എന്താ, അത് ശരിയാക്കുക, അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാൻ സാധിക്കുക. അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടോ പഴിചാരിയിട്ടോ ഒരു പ്രയോജനം ആർക്കും ഉണ്ടാവത്തില്ല. അതിനെന്താണ് മാർഗം എന്നുള്ളത് നോക്കുക. നയപരമായും നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ നോക്കുക. ഇനി കേസ് കൊടുത്ത് സുപ്രീം കോടതി പോയി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പൊ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ കൂടി നോക്കണ്ടേ. 2.5 ലക്ഷം കോടിയാണ് ഇപ്പോ കേരളത്തിന്റെ പൊതുകടം. നമ്മൾ ഓരോരുത്തരും ലക്ഷങ്ങൾ കടക്കാരാണ്. എങ്ങനെ വിട്ടാനാണ്? എന്താണ് ഇനി മുന്നിലുള്ള ഒരു പോംവഴി? നമുക്ക് റവന്യൂ ജനറേറ്റിംഗ് സോഴ്സുകൾ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കുറവാണ്. നമ്മൾ അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. അതിലൊരു പ്രധാന സാധനമാണ് വ്യവസായ മേഖല എന്ന് പറയുന്നത്. വ്യവസായ മേഖലയിലാണ് കൂടുതൽ റവന്യൂ ജനറേറ്റിംഗ് സംഭവങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, സർക്കാരിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിലൊക്കെ ഇരട്ടത്താപ്പ് അടിക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തത്. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും നല്ലതിനു വേണ്ടി ഒന്ന് പ്രതീക്ഷിക്കാം.